2026 മെയ് അവസാന വാരം നേപ്പാൾ പാർലമെന്റിൽ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ നടത്തിയ പ്രസ്താവന വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായിട്ട് ഇപ്പോൾ അവിടെ മാറിയിരിക്കുകയാണ്. ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അതായത് ഇന്ത്യയുടെ കൈവശം നേപ്പാളിന്റെ സ്ഥലം ഉണ്ട് എന്നത് മാത്രമല്ല, നേപ്പാളിന്റെ കൈവശം ഇന്ത്യയുടെ സ്ഥലവും ചിലയിടങ്ങളിൽ ഉണ്ട് എന്നായിരുന്നു അദ്ദേഹം നടത്തിയ പരാമർശം. ഇതാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായത്. നേപ്പാളിലെ രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളും കാലാകാലങ്ങളായിട്ട് വിശ്വസിക്കുന്നതും അവിടുത്തെ പ്രധാന നിലപാടും ഇന്ത്യ തങ്ങളുടെ അതിർത്തി കയ്യേറിയെന്നാണ്. പ്രത്യേകിച്ച് മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അടക്കമുള്ളവര് ഇന്ത്യ വിരുദ്ധ ദേശീയത ഉയർത്തിപ്പിടിച്ചാണ് രാഷ്ട്രീയം കളിച്ചിട്ടുള്ളത്. 2020 ഒലിയുടെ ഭരണകാലത്താണ് ഇന്ത്യയുടെ ഭാഗമായ കാലാപാനി, ലിബുലേഖ്, ലിംബിയാതുര എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി നേപ്പാൾ പുതിയ രാഷ്ട്രീയ ഭൂപടം പാസാക്കിയത്. എന്നാൽ ഇപ്പോൾ ഇതാ ഒരു നേപ്പാൾ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി നമ്മളും ഇന്ത്യയുടെ സ്ഥലം കയ്യേറിയിട്ടുണ്ട് എന്ന് പറയുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഇതാണ് നേപ്പാളിലെ പ്രതിപക്ഷ പാർട്ടികളെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചത്, പ്രത്യേകിച്ച് ഒലിയുടെ പാർട്ടിയെ. ഇന്ത്യ വിരുദ്ധതയായിരുന്നു അവരുടെ സമീപകാലത്തെ രാഷ്ട്രീയം. ബാലേന്ദ്ര ഷായുടെ സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞോ അറിയാതെയോ ആ ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയത്തെ നേപ്പാളിന്റെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടാൻ സാധ്യതയുള്ള ഒന്നാണ്. ശരിക്കും ബാലേന്ദ്ര ഷാ നമ്മന്റെ ആളാണോ എന്ന് നമുക്ക് തോന്നിപ്പോവാണ്. അതായത് ശരിക്കും ഇന്ത്യക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ, നമ്മൾ പല സിനിമകളിലുമൊക്കെ കാണുന്നത് പോലെ ദുരന്തർ മോഡൽ ഒരു ഇന്ത്യൻ ഏജന്റ് ആണോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും കമന്റ് ഇടുന്ന കണ്ടു. ശരിക്കും അദ്ദേഹം ഇന്ത്യൻ ഏജന്റ് ആയാലും ഇനി അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. മൂപ്പര് നടത്തിയ ഈ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യക്ക് ലോങ് ടേമിലേക്കുള്ള ഒരു പിടിവള്ളിയാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്ന നേപ്പാളിലെ ഒലി അടക്കമുള്ളവർക്ക് ഇത് വലിയൊരു പ്രഹരമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ബാലേന്ദ്ര ഷായുടെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം മൂപ്പർക്ക് ഇന്ത്യയോട് ഒരു ആഭിമുഖ്യമുണ്ട്. രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ വരാനും അവിടെ പിടിച്ചു നിൽക്കാനും വേണ്ടിയിട്ട് ഗ്രേറ്റർ നേപ്പാൾ പോലുള്ള ആശയങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും പുള്ളി അധികാരത്തിലെത്തിയതിനു ശേഷം നയം മെച്ചപ്പെടുത്തി ഇന്ത്യയുമായി അടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മാത്രമല്ല, ഇന്ത്യയോടുള്ള അവിടെ ഉണ്ടായിരുന്ന ഒരു വിരുദ്ധ മനോഭാവത്തെ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം അവരുടെ കയ്യിലുള്ളതുപോലെ നമ്മുടെ കയ്യിലും പലയിടങ്ങളിലും അവരുടെ സ്ഥലം ഉണ്ട് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയത്. അതല്ലെങ്കിൽ യാതൊരു രാഷ്ട്രീയ ബോധവും ഇല്ലാതെ മൂപ്പര് നടത്തിയ ഒരു മണ്ടത്തരമാണ്. ഇത് രണ്ടാണെങ്കിലും നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പിടിവള്ളിയാണ്. ഇദ്ദേഹം ഞമ്മന്റെ ആളാണോ എന്ന് ചോദിക്കാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയുമായിട്ട് പുള്ളിക്ക് ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഇന്ത്യയിലായിരുന്നു. അതായത് അദ്ദേഹം ബാംഗ്ലൂരാണ് പഠനമൊക്കെ, ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തിയത്. അദ്ദേഹം ഒരു MTech ബിരുദധാരിയാണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹം ഉപരിപഠനത്തിനായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്കാണ് വന്നത്. ഇന്ത്യയിൽ ബംഗളൂരുവിലെ നിറ്റെ മീനാക്ഷി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് അദ്ദേഹം ഉപരിപഠനത്തിന് ജോയിൻ ചെയ്തത്. അവിടെയാണ് അദ്ദേഹം സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ബിരുദം പൂർത്തിയാക്കിയത്. 2016-18 ബാച്ചോ മറ്റോ ആയിരുന്നു അദ്ദേഹം. മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. കോളേജിൽ വിദേശ വിദ്യാർത്ഥികളുടെ കോട്ടയിലാണ് അദ്ദേഹം പഠിച്ചത്. 9 മുകളിൽ CGPA വാങ്ങി വളരെ മിടുക്കനായ അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം എന്നാണ് ബാംഗ്ലൂരുവിലെ കോളേജ് പ്രൊഫസർമാർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആളാണ്, ഇവിടെ പഠിച്ചയാളാണ്, ഇവിടെ താമസിച്ചയാളാണ്, ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ ആഴവും പരിപ്പും അളന്നയാളാണ്, കൃത്യമായി മനസ്സിലാക്കിയ ആളാണ്. അദ്ദേഹത്തിന് അറിയാം ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം, നേപ്പാളിലെ ജനങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത, കിട്ടുന്ന സൗകര്യങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ഒരു പക്ഷേ ഒരു ഇന്ത്യയോട് ഒരു പോസിറ്റീവ് റിലേഷൻ ബിൽഡ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള ഒരു നേതാവാണ്. നമ്മൾ വിമർശനാത്മകതയോടെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രേറ്റർ നേപ്പാൾ ഉൾപ്പെടെയുള്ള നിലപാടുകളെ കാണുമ്പോഴും ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് KP ശർമ്മ ഒലിയെ പോലെ ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇന്ത്യ വിരുദ്ധത ഉണ്ടാക്കി അവിടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്ന പലർക്കും കനത്ത തിരിച്ചടിയാണ്. മറിച്ച് അദ്ദേഹം പ്രായോഗികമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറഞ്ഞത്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ തുറന്ന അതിർത്തിയൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വരും. ഒരു പുഴ വഴിമാറി ഒഴുകി കഴിഞ്ഞാൽ പോലും സ്വാഭാവിക അതിർത്തിയിൽ ചില പ്രശ്നങ്ങൾ വരാം. അപ്പോൾ പല ഇന്ത്യയുടെ പ്രദേശങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവാം, നമ്മുടെ പ്രദേശങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടാവാം എന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് സ്വാഭാവികമായി നമുക്ക് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായി നമ്മൾ അവരുടെ സ്ഥലം പിടിച്ചെടുത്തു എന്ന മുൻ നിലപാടിനെ വളരെയധികം നമുക്ക് മയപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ്. ഇന്ത്യ വിരുദ്ധത നേപ്പാളിലെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോൾ ബാലേന്ദ്ര ഷായും അത് ഉപയോഗിച്ചതാകാം. അദ്ദേഹം ഇന്ത്യയുമായിട്ടൊരു നല്ല റിലേഷൻ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇതിന് ചില തെളിവുകളും നമ്മുടെ മുമ്പിലുണ്ട്. നേപ്പാളിലെ ഭരണകക്ഷിയായിട്ടുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെ അധ്യക്ഷൻ
രബി ലാമിച്ചാനെ ഇന്നലെ ഇന്ത്യയിലേക്ക് എത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് 1 മണിക്കൂറിലേറെ കൂടിക്കാഴ്ച നടത്തിയതും ഡിജിറ്റൽ കോറിഡോർ, ക്രോസ് ബോർഡർ ലിങ്കേജ്, വികസന നയതന്ത്രം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തിയതുമൊക്കെ പോസിറ്റീവ് സിഗ്നൽ ആണ്. മാത്രമല്ല ഇന്ത്യയുമായിട്ടും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ടും ഒക്കെ ഒരു ഹെൽത്തി റിലേഷൻ വേണമെന്ന് ഇപ്പോഴത്തെ ഭരണകൂടം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ്. BJP, RSP പാർട്ടികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രബി ലാമിച്ചാനെ ഡൽഹിയിലെത്തിയപ്പോൾ BJP ആസ്ഥാനത്ത് വലിയ സ്വീകരണം അദ്ദേഹത്തിന് ലഭിച്ചു. BJP നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയെന്നാണ് സൂചന. ഭരണതലത്തിൽ മാത്രമല്ല ഇരു രാജ്യങ്ങളിലെയും പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും നേരിട്ടുള്ള ഒരു ബന്ധം കെട്ടിപ്പൊക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിലും പറയുന്നത്. പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ അതിർത്തി പ്രസ്താവന നേപ്പാളില് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് ഭരണകക്ഷി അധ്യക്ഷൻ തന്നെ ഡൽഹിയിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി മോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരെയൊക്കെ കണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു വിള്ളലുമില്ല എന്ന് ലോകത്തെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു അവസരത്തിൽ ബാലേന്ദ്ര ഷായുടെ ഭരണകൂടം ഇന്ത്യക്ക് അനുകൂലമാണെന്നും 100% പറയാൻ പറ്റില്ല, എതിർത്ത് നിൽക്കുകയാണെന്നും പറയാൻ പറ്റില്ല. ഇനിയുള്ള നാളുകളിൽ അദ്ദേഹത്തിന്റെ തുടർ നിലപാടുകൾ കൊണ്ട് മാത്രമേ നമുക്ക് അതിനകത്തൊരു ധാരണയിലേക്ക് എത്താൻ പറ്റൂ. പക്ഷെ പറയാൻ പറ്റില്ല, ഇന്ത്യയുടെ തന്നെ അനുഗ്രഹാശിസോട് കൂടിയിട്ട് അധികാരത്തിലേക്ക് എത്തിയ ഒരാളുമായിരിക്കാം അദ്ദേഹം. ലോകത്ത് നമ്മൾ മനസ്സിലാക്കാത്ത രീതിയിലാണ് പല കാര്യങ്ങളും നടക്കുന്നത്. മുഹമ്മദ് മൊയ്സുവിന്റെ കാര്യം തന്നെ എടുക്കാം. എങ്ങനെ നടന്ന മനുഷ്യനാണ്. അവസാനം മാൽഡീവ്സ് ഇന്ത്യ റിലേഷൻ വേറെ ലെവലായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോവാണ്. മാൽഡീവ്സിൽ പണ്ടുള്ളതിനേക്കാൾ വലിയ സ്വാധീനം ഇന്ന് ഇന്ത്യക്കുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കുറച്ച് ദിവസം കൊണ്ട് മാത്രം ഇവരുടെ നിലപാടുകളെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. എന്തായാലും ബാലേന്ദ്ര ഷാ ഒരു പക്ഷേ ഒരു ചൈന വിരുദ്ധനും ആകാൻ സാധ്യതയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് KP ശർമ്മ ഒലിയുടെ പാർട്ടിയാണ് ഇപ്പോൾ ഏറ്റവും അധികം ശക്തമായിട്ട് ഇവരെ എതിർക്കുന്നത്. ശർമ്മ ഒലി എന്ന് പറയുന്നത് ചൈനയുടെ സ്വന്തം ആളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ KP ശർമ്മ ഒലിയുടെ പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തെ ചിലപ്പോൾ ഇന്ത്യയും സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.